ഏട്ടന്മാരുടെ പെങ്ങളുകുട്ടി എന്തായാലും കലക്കുന്നുണ്ട്. അയ്യോ എന്തൊരു ഓവറാക്കുന്നത് നന്ദന. ഇന്നലെ വല്ല മേലെ ബാധ കൂടിയ പോലെ ആയിരുന്നു നന്ദനയുടെ പെർഫോമൻസ്. ഒരാവശ്യമില്ലാതെ ശരിക്കും സ്ക്രീൻ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക തന്നെയായിരുന്നു. അതിന് വാലാട്ടി പിന്നാലെ നടക്കുന്നു സിജോ, സായി ആൻഡ് അഭിഷേക്. അഭിഷേകും സായി എന്നും ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. സിജോയും തന്നെ. ശ്രീധുവിനെ നന്ദൻ എന്തോ ഒരു വാക്ക് വിളിച്ചു. അപ്പോൾ സിജോ പറഞ്ഞു അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ത് തന്നെ ആയാലും എന്ന്. അപ്പോൾ നന്ദന പറഞ്ഞു നിങ്ങൾ ആരാത് പറയാൻ, ഞാൻ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്നതാണ്, എനിക്ക് എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കണ്ട എന്ന് ഞാൻ തീരുമാനിക്കും, അതിൽ നിങ്ങൾ ഇടപെടേണ്ട. അങ്ങനെ എൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും എന്ന് ഇടപെടാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. അത് ശരി തന്നെയല്ലേ, എന്താ ഒരു ആങ്ങളെയും പെങ്ങളെയും കളി? അയ്യോ അത് അങ്ങനെയല്ല, ആങ്ങളമാരും പെങ്ങളും കളി. ഇനി ഇത് സിജോയുടെ സ്ട്രാറ്റജി ആണോ എന്നറിയില്ല. പെങ്ങൾ എന്ന ടാഗ് കൊടുത്ത് നന്ദനയെ മയക്കി പുറത്ത് ചാടിക്കുക എന്നത് സിജോയുടെ സ്ട്രാറ്റജി ആവാനും ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അത് നന്ദനയ്ക്ക് മനസ്സിലായത് കൊണ്ടാണോ ഈ ഇടഞ്ഞു നിൽക്കുന്നത് അറിയേണ്ടിയിരിക്കുന്നുണ്ട്. ഒരു രീതിയിലും നന്ദന അടുക്കുന്നില്ല. പിന്നീട് സായി വന്ന് സംസാരിച്ചു നോക്കി. സായി 1-2 പ്രാവശ്യം സംസാരിച്ചു. സായിക്ക് ഇത് ഒതുങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ സായി പതുക്കെ പോയി. പിന്നെ അഭിഷേക് വന്ന് സംസാരിച്ചു. അഭിഷേകും ഒരുപാട് നേരം സംസാരിച്ചു. പക്ഷേ സിജോ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. പിന്നാലെ നടന്ന് സോറി അത് ഇത് മോനെ കൊച്ചേ എന്നൊക്കെ വിളിച്ച് ആകെ അലമ്പാക്കുകയായിരുന്നു സിജോയ്ക്കൊക്കെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് പ്രേക്ഷകർ. അത് ഇങ്ങനെയൊക്കെ അലമ്പ് കാണിച്ച് അത് കളയാതിരിക്കുകയാണ് നല്ലത്. ഇപ്പോഴുള്ള ഒരു അന്തസ്സിൽ സിജോ പുറത്തിറങ്ങിയാൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകരായിരിക്കും സിജോയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. എന്നാൽ കളി മാറ്റി പെങ്ങളും ആങ്ങളെയും കളിച്ചാൽ അതിന് ലക്ഷക്കണക്കിന് ഹേറ്റേഴ്സും സിജോയ്ക്ക് സപ്പോർട്ട് ഉണ്ടാകും. സിജോ ഒരു ബെസ്റ്റ് ഗെയിമർ തന്നെയാണ്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ കഴിയുന്ന നല്ലൊരു ഗെയിമർ തന്നെയാണ്. ഉള്ളിന്ന് വന്ന ആങ്ങളെയാണെങ്കിലും ശരി, ഗെയിമിന് വേണ്ടി ഉണ്ടായ ആങ്ങളെയാണെങ്കിലും ശരി, സിജോയുടെ നിലവാരം കുറയ്ക്കാതിരിക്കുക. ഇന്നലത്തെ ബിഗ് ബോസ് പ്ലസ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. സിജോ നന്ദനയുടെ പിന്നാലെ നടക്കുന്നു. ആദ്യം ഒരു ഫൈറ്റ് മോഡ് തന്നെയായിരുന്നു. പിന്നീട് സിജോ നന്ദനയുടെ പിന്നാലെ നടക്കുന്നു. നന്ദന വഴങ്ങി കൊടുക്കുന്നില്ല. പിന്നെ സായി വരുന്നു, പിന്നെ അഭിഷേക് വരുന്നു. എല്ലാവരും നന്ദനയോട് കോംപ്രമൈസിന് ചെല്ലുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും അതിൻ്റെ തുടർച്ച കാണാം. ഇന്നലെ എന്തായാലും കട്ടക്കലിപ്പിൽ തന്നെയായിരുന്നു നന്ദന ഏട്ടന്മാരോട്. For more videos, share and subscribe my channel.